നമസ്കാരം കൂട്ടുകാരെ, പവൻ ട്രേഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് ആൻറ്റിസ്കിഡ് ഗ്രാനൈറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ടത്തെ ഗ്രാനൈറ്റ് കുറച്ച് ഗ്ലോസി ഫിനിഷാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് അത് ഈ ഗ്ലോസി ഫിനിഷിന്റെ പോരായ്മകൾ നികത്തിക്കൊണ്ട് ആൻറ്റിസ്കിഡ് ലെപ്പോത്ര ഗ്രാനൈറ്റ് വന്നിട്ടുണ്ട്. ഈ ഗ്രാനൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെള്ളം വീണ തെറ്റുന്ന ഭാഗത്തെല്ലാം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് സിറ്റ് ഔട്ട്, സ്റ്റെപ്പ് അങ്ങനെയുള്ള ഭാഗത്തെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഈ ഗ്ലോസി ഫിനിഷ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തെറ്റും. അതുകൊണ്ട് തന്നെ ഈ ആൻറ്റിസ്കിഡ് ഗ്രാനൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ആയി കിട്ടും. ഈ ആൻറ്റിസ്കിഡ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെപ്പോത്ര ഫിനിഷാണ് വരുന്നത്. ഇതിന്റെ ഒരു ഷെയ്ഡിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതുപോലത്തെ പല പല ഷെയ്ഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ പല പല ഷെയ്ഡുകൾ തുടർന്ന് വരുന്ന വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് ഞാൻ പറഞ്ഞ ആൻറ്റിസ്കിഡ് ഗ്രാനൈറ്റില് ഒരു ഡിസൈൻ വരുന്നത്. ഇതിപ്പോ മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഇതിന്റെ പേര് വരുന്നത് ബ്രസീലിയൻ ബ്രൗൺ ആണ്. അപ്പോൾ ഇതിന്റെ പാറ്റേൺ നമുക്ക് നോക്കി അറിയാം, ഒരു വേവിന്റെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. ഒരു അല അടിച്ച് ഇങ്ങനെ കയറി വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇത്. നമുക്ക് സിറ്റോട്ട് വിരിക്കാനും സ്റ്റെപ്പിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇതിന്റെ സൈസ് വരുന്നത് 10ക്ക് 3.25 സൈസ് വരുന്നത്. അതുപോലെ തന്നെ തിക്നെസ് ആണെങ്കിൽ ഒരു 16 to 18 mm വരെ കിട്ടും. അപ്പോൾ ഇത് ഷെയ്ഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് കളറാണ് വരുന്നത്. റെഡും ബ്രൗണും ബ്ലാക്കും എല്ലാം ചേർന്ന് കലർന്ന ഒരു കളറാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയാണ്, വീട്ടിൽ വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഷോ ആയിരിക്കും. ഇതൊക്കെ മാർക്കറ്റിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന മെറ്റീരിയലാണ്. പഴയ ഗ്രാനൈറ്റിനെ അപേക്ഷിച്ച് ഇത് ഒരുപാട് ഡ്യൂറബിൾ ആണ്. അതുപോലെ തന്നെ തെറ്റത്തില്ല, നമുക്ക് സിറ്റൗട്ടിലൊക്കെ വിരിക്കാൻ ഗ്യാരണ്ടിയാണ്. കുറച്ച് വെള്ളം വീണാലും ഒട്ടും തെറ്റത്തില്ല. അപ്പോൾ കൂട്ടുകാരെ, ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ഇത് മാറ്റ് എന്ന് പറഞ്ഞാലും ഭയങ്കര റഫായിട്ടുള്ള ഒരു സർഫസ് അല്ല വരുന്നത്. ഇതിലൊരു ഗ്ലോസി ടെക്സ്ചർ ഉണ്ട്. നമുക്ക് ദൂരത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം. ഇതിന്റെ സർഫസിൽ ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് അഴുക്കൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കാനോ അങ്ങനെ പോവാതിരിക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മോപ്പിട്ട് തുടച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാകത്തിനാണ് ഈ ഒരു ഗ്രാനൈറ്റ് വരുന്നത്. അപ്പൊ കൂട്ടുകാരെ, നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ ഈ ലൈറ്റ് ഒക്കെ ഇത് റിഫ്ലക്റ്റ് ആവുന്ന കാണാൻ പറ്റും. അപ്പോൾ ഒരു ഗ്ലോസി ടെക്സ്ചർ ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഗ്രിപ്പിന് വേണ്ടി ഒരു ഇച്ചിരി കയറി താന്നൊരു പ്രതലമാണ് വരുന്നതെങ്കിലും നമുക്ക് ഗ്ലോസി ടെക്സ്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഈസി ടു ക്ലീൻ ആണ്. നമുക്ക് ഒത്തിരി മെയിൻ്റനൻസ് വരും എന്നുള്ള ഒരു പേടി വേണ്ട ഈ ഒരു ടെക്സ്ചറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ തന്നെ വേറെ വേറെ മോഡൽ ആൻറ്റിസ്കിഡ് ഗ്രാനൈറ്റ് ഉണ്ട്. അത് ഞാൻ പുതിയ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും പുതിയതായിട്ട് വീട് പണിയുന്നവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.